നമസ്കാരം, ദൃശ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സനോജ് എസ് പി. പ്രധാന വാർത്തകൾ. കൊല്ലം ജില്ലയിൽ യുഡിഎഫിൽ പൊട്ടിത്തെറി. ജില്ലയിലെ യുഡിഎഫ് സംവിധാനത്തെ യുഡിഎഫ് ചെയർമാൻ ശൂരനാട് രാജശേഖരൻ ഹൈജാക്ക് ചെയ്തതായി യുഡിഎഫ് കൺവീനർ ബി ഹരികുമാർ ദൃശ്യ ന്യൂസിനോട് റിപ്പോർട്ടുമായി കൊട്ടാരക്കരയിൽ നിന്നും മനു പെരുങ്കുളം. ദൃശ്യ ടോപ്പ് ന്യൂസ്. ശാസ്താംകോട്ട സബ് രജിസ്ട്രാർ ഓഫീസ് യാഥാർത്ഥ്യമായി. പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആഘോഷപൂർവ്വം ശാസ്താംകോട്ടയിൽ ഓഫീസ് കോവൂർ കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരനെ വട്ടം ചുറ്റിച്ച ഉള്ളിവില കുത്തനെ ഇടിയുന്നു. മൊത്തവിപണിയിൽ ഇപ്പോൾ ഉള്ളിക്ക് വില 20 രൂപയായി. ഉത്തരേന്ത്യയിൽ വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതോടെ വില ഇനിയും താഴും. വികസന മുന്നേറ്റത്തിന്റെ ആഹ്വാനവുമായി കരുനാഗപ്പള്ളി നഗരസഭയുടെ പ്രഥമ വികസന സെമിനാർ. സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വികസനത്തിനായി എല്ലാവരും ഒന്നിക്കണമെന്ന് കില ഡയറക്ടർ എൻ രമാകാന്തൻ. കാർഷിക സംസ്കാരത്തിന്റെ ഉണർത്തുപാട്ടായി ഓണാട്ടുകര കാർഷികോത്സവം. കാർഷികോത്സവത്തിൽ ജനപങ്കാളിത്തമേറുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലയിലെ യുഡിഎഫ് സംവിധാനത്തിൽ പൊട്ടിത്തെറി. ജില്ലയിലെ യുഡിഎഫ് സംവിധാനത്തെ യുഡിഎഫ് ചെയർമാൻ ശൂരനാട് രാജശേഖരൻ ഹൈജാക്ക് ചെയ്തതായി യുഡിഎഫ് കൺവീനർ ബി ഹരികുമാറിന്റെ ആരോപണം. ദൃശ്യ ന്യൂസ് എക്സ്ക്ലൂസീവ്. കൊല്ലം ജില്ലയിലെ യുഡിഎഫ് സംവിധാനം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണവുമായി യുഡിഎഫ് കൺവീനർ ബി ഹരികുമാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ദൃശ്യ ന്യൂസ് റിപ്പോർട്ടർ മനു പെരുങ്കുളത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് യുഡിഎഫ് കൺവീനറുടെ ഈ വെളിപ്പെടുത്തലുകൾ. ബി ഹരികുമാറിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്. കേരളമോചന യാത്രയുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് ജില്ലയിൽ തയ്യാറാക്കിയ യാത്രാ റൂട്ട് ഒറ്റ ദിവസം കൊണ്ട് ശൂരനാട് രാജശേഖരൻ തന്നിഷ്ടപ്രകാരം മാറ്റുകയായിരുന്നു. ജില്ലയിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്നും കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയെ ഒഴിവാക്കി എം പി വീരേന്ദ്രകുമാറിനെ ഉദ്ഘാടകനാക്കി. ജില്ലയിലെ യുഡിഎഫിന്റെ ഏക എംഎൽഎ ആയിട്ടുകൂടിയും കെ ബി ഗണേഷ് കുമാറിന് അർഹമായ പ്രാധാന്യം നൽകിയില്ല. യുഡിഎഫിലെ മറ്റ് 8 ഘടകകക്ഷികളോടും കോൺഗ്രസ് വല്യേട്ടൻ നയമാണ് സ്വീകരിച്ചത്. തന്റെ പാർട്ടി പ്രവർത്തകർക്ക് പോലും അർഹമായ പ്രാതിനിധ്യം വാങ്ങി നൽകാൻ കഴിയാതെ കൺവീനറായി തുടരുന്നതിൽ അർത്ഥമില്ലെന്നും ബി ഹരികുമാർ ദൃശ്യ ന്യൂസിനോട് പറഞ്ഞു. അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം 2 ദിവസമായി സ്ഥലത്തിൽ ഹൈദരാബാദിൽ പോയിരിക്കുകയാണ്. തിരിച്ച് സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കും. അതിനു മുമ്പായി ജില്ലാ നേതൃത്വത്തെ അദ്ദേഹം തന്നെ ബന്ധപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്ന നാളുകളിൽ ഇതിനൊരു തീരുമാനം പൂർണ്ണമായി ഉണ്ടാകും. എന്തായാലും തന്നെ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ജില്ലാ കൺവീനർ സ്ഥാനം ഞാൻ രാജിവെച്ചു എന്ന് ഈ അവസരത്തിൽ പറയാം. ഘടകകക്ഷികളോടുള്ള സമീപനം. ഘടകകക്ഷികൾ ഞാൻ ഐക്യജനാധിപത്യ മുന്നണിയിൽ 9 ഘടകകക്ഷികളാണുള്ളത്. ഈ 9 ഘടകകക്ഷികൾ എല്ലാവരും അസംതൃപ്തരായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്കാർക്കും പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സ്ഥാനങ്ങൾ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികൾ അവരെ ആരെങ്കിലും പങ്കെടുപ്പിക്കുന്നതിനോ ജില്ലയിൽ യാതൊരു വിധമായ സംവിധാനമില്ലാത്ത ഒരവസ്ഥയിൽ പോകുമ്പോൾ കൺവീനർ എന്നുള്ള സ്ഥാനത്ത് തുടരുന്നതോട് എനിക്ക് യോജിപ്പില്ല. അത് അവർ തന്നെ എൻ്റെ അടുത്ത് പല തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കൺവീനർ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സ്ഥാനത്തിരിക്കുന്നതെന്നുള്ള രീതിയിൽ അവർ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്തിരിക്കേണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു റബ്ബർ സ്റ്റാമ്പായി ഈ കൺവീനർ സ്ഥാനത്തിരിക്കുന്നതിന് എനിക്ക് പൂർണ്ണമായും യോജിപ്പില്ല. അതുകൊണ്ടാണ് തീരുമാനമെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഗണേഷ് കുമാറിൻ്റെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചോളം യുഡിഎഫിന് ആകെയുള്ള ഒരു MLA ആണ് പത്തനാപുരം MLA. ഏത് പാർട്ടി എന്നുള്ളതല്ല, യുഡിഎഫിന് കിട്ടിയിരിക്കുന്ന ആ MLA പോലും ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാതെ പത്തനാപുരത്ത് അദ്ദേഹത്തിന് നിയമനം എന്നുള്ളതിൽ ആ നിയമനത്തിൽ മാത്രം പങ്കെടുപ്പിക്കുകയും ബാക്കിയുള്ള മണ്ഡലത്തിൽ കൊട്ടാരക്കര വന്നിട്ട് സ്റ്റേജിൽ ഒരു വിരുന്നുകാരനായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റതുപോലെ തന്നെ തുടക്കം ഉള്ള ചിതറ പഞ്ചായത്ത്, ചിതറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹത്തിനെ വിളിക്കുകയോ ഇതിൽ പങ്കെടുപ്പിക്കുകയോ. കേരളമോചന യാത്രയിൽ യുഡിഎഫ് കൺവീനറായ തനിക്ക് വേദിയിൽ ഇടം ലഭിച്ചില്ല. കോൺഗ്രസിന്റെ മാത്രം ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ നിശ്ചയിച്ചത്. ഇത്തരത്തിൽ ഇനിയും നാണം കെട്ട് കൺവീനർ സ്ഥാനത്ത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ബി ഹരികുമാർ പറഞ്ഞു. പാർട്ടി ചെയർമാൻ എത്തിയാലുടൻ അദ്ദേഹത്തിന്റെ അനുമതിയോടെ താൻ രാജിവെക്കുമെന്നും ബി ഹരികുമാർ വ്യക്തമാക്കി. ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് യുഡിഎഫ് സംവിധാനത്തിൽ ഉണ്ടായ അസ്വാരസ്യങ്ങൾ കേരളമോചന യാത്രാ വിവാദത്തോടെ മറനീക്കി പുറത്തുവന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ ഇത് യുഡിഎഫിന് പുതിയ തലവേദനയാകും. ദൃശ്യ ന്യൂസ്.